ഹലോ ഗൈസ്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് വൈറ്റ് സോസ് പാസ്ത. അത് നമ്മൾ ക്രീമി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ക്യാരറ്റ്, ബീൻസ്, സവാള, അതുപോലെ തന്നെ ഗാർലിക്, മക്രോണിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ ചീസും നമുക്കൊരു സോസ് ഉണ്ടാക്കാനുണ്ട്. അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ്, പെപ്പർ, ഒറിഗാനോ പൗഡർ, ബട്ടർ, സോൾട്ട്, അതുപോലെ തന്നെ മൈദ, അതുപോലെ നമുക്ക് കുറച്ച് പാലും കൂടെ വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ മഷ്റൂം അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യാം, അവൈലബിലിറ്റി പോലെ. ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നന്നായി തിളച്ച് വരുമ്പം അതിലേക്ക് ഉപ്പിട്ട് മാക്രോണി ഇട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വേവിക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും. എന്നിട്ട് തണുത്ത വെള്ളത്തിലിട്ടിട്ടാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ ഐസ് വാട്ടർ അല്ല, നോർമൽ പച്ചവെള്ളം. ഒരു പാൻ എടുത്ത് കുറച്ച് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമ്മൾ 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുന്ന ആ ഒരു സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, അതുപോലെ തന്നെ ബീൻസ്, പിന്നെ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക്, ഇത്രയും സാധനങ്ങൾ ആ ബട്ടറിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് നന്നായിട്ട് ആ ബട്ടർ മെൽട്ടായിട്ട് വരുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൈദ അതിനകത്തോട്ട് കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. നമ്മളത് ഇളക്കി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല കട്ടയായിട്ട് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നീട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ അത് നന്നായിട്ട് മെൽട്ടായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാൽ ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കട്ടയാവും. ആ കട്ട ഉടച്ച് നല്ല ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ അതിനകത്തോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വിടണം. അത് നന്നായി തിളച്ച് വരുന്നൊരു പരുവം, അതായത് നമ്മൾ ആ ഒരു കട്ടയെല്ലാം ഉടഞ്ഞ് നന്നായിട്ട് തിക്കായി വരാൻ വേണ്ടി തുടങ്ങും. ആ ഒരു രൂപത്തിലെത്തുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഏറ്റവും കുറഞ്ഞ തീയിൽ മതി. ആ ഒരു സമയം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. പെപ്പർ പൗഡർ, അത് ഞാൻ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 സ്പൂണ് ഒറിഗാനോ പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ്, അത് നമുക്ക് ആ ഒരു ആവശ്യാനുസരണം മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ ആ ഒറ്റ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ബട്ടറിൽ വഴറ്റി വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും ഗാർലിക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി അഥവാ പാസ്ത നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒരുമിച്ച് എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കുറേശ്ശെ ഇട്ട് അത് ആ ഒരു കട്ടി കൂടുന്നതിനനുസരിച്ച് നമ്മൾ പാസ്ത ചൂടാക്കിയ വെള്ളം നേരത്തെ മാറ്റി വെച്ചത് എടുത്തിട്ടിട്ടു. ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചീസിലും നല്ല ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തത്. ശേഷം ഇതിലേക്ക് ചീസ് ആഡ് ചെയ്തു. ചീസ് നന്നായി മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് തിക്കായിട്ടാണുള്ളത്. ഇതിലേക്ക് ഞാൻ നേരത്തെ പോലെ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ സോൾട്ട് പിന്നീട് നോക്കിയിട്ട് ആഡ് ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇൻ കേസ് ഉപ്പ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പാല് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു തിക്നെസ് കുറച്ചെടുക്കാം കേട്ടോ. അപ്പം ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഈസി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.